എന്ത് പോലെ വയറൊക്കെ കണ്ടില്ലേ ഒന്ന് കുറയാണ്ട് തിരികൂടി വയറെങ്ങനെ കുറയണം വയറൊക്കെ ഉള്ളത് അയ്യോ അയ്യോ 19 വയസ്സുണ്ട് കണ്ടോ എത്ര ഫ്ലെക്സിബിളാണ്. എടാ അയാൾക്ക് നല്ല ഭൂസ്വത്തുണ്ട്. വെറുതെ ഇരുന്ന് തിന്നാ മതി. രാവിലെ എക്സസൈസ് വൈകുന്നേരത്തെ എക്സസൈസ്. പിന്നെ അയാൾ അങ്ങനെ എന്നും ഞാൻ രാവിലെ പോകുമ്പോ കാണുന്നത് എന്നും എക്സസൈസ്. അച്ഛനെ രാവിലെ വിളിച്ചപ്പോ തന്നെ അച്ഛന് വരാൻ മടി. എന്താ ഇതുപോലെയൊക്കെ ആപ്സ് വരണേ അതുപോലെയൊക്കെ ചെയ്യേണ്ടി വരും. എന്താണ് രാഘവട്ടാ 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 ചേച്ചി ഏട്ടാ രാഘവട്ടാ എടാ അവിടെ ആരും ഇല്ലടാ. ഇല്ലേ? അവരൊക്കെ പുറത്തല്ലേ. രാഘവട്ടാ അങ്ങളെ രാഘവട്ടാ ഒരു കാര്യം ചെയ്യും ഒക്കെ ഒരുമിച്ച് ഹലോ. അപ്പുറത്തെ വീട്ടിലെ സത്യനും മോനും കൂടി രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് അച്ഛൻ വാതൊക്കെ വീണ് കിടക്കണേണ്ടത്. അപ്പോൾ അവരാണ് ഹോസ്പിറ്റലിൽ എത്തിച്ച് ഇപ്പോൾ ICUവിലാണ്. ഇല്ലില്ല, ഞാൻ രമ്യയുടെ വീട്ടിലല്ലേ. അതിപ്പോൾ 1-2 കൊല്ലമായി. അച്ഛൻ തനിച്ചാണ് വീട്ടിൽ. സത്യേട്ടൻ ഡോക്ടറെ കണ്ടൊന്ന് സംസാരിക്കാൻ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഒന്നും പറയാറായിട്ടില്ല. വേണ്ട, ഇപ്പോൾ വരണമെന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ാരിയേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ഇതിപ്പം പെട്ടെന്ന് ഇപ്പം കൊണ്ടുവന്നല്ലോ, സമയത്ത് തന്നെ എത്തിച്ചില്ലേ. രാഘവൻ റിലേഷൻ. സാർ എന്തേത് ബില്ലാണ്. അപ്പോഴുള്ള ബില്ല് ഞങ്ങൾ അപ്പോൾ തരും. ആളെ പോയിക്കിട്ട് ബില്ല് തന്നിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് ആളും പോയി, ഞങ്ങൾക്ക് ബില്ലും പോയി. അല്ല സാറേ, ഞങ്ങൾ ഇപ്പോൾ വന്ന് അഡ്മിറ്റ് ആയുള്ളൂ. ഇപ്പോൾ അതിനു മുമ്പ് ഇങ്ങനെ ബില്ല് തന്നാൽ നിങ്ങൾ വന്ന് അഡ്മിറ്റായി കാഷ്വാലിറ്റി പോയോ? OP-യിലായിരുന്നല്ലോ ഡോക്ടർ. അപ്പോൾ OP-ന്ന് ഡോക്ടർ കാഷ്വാലിറ്റിക്ക് പോകുന്നല്ലോ. അപ്പോൾ 2 ബില്ല് ഒന്നിച്ച് അതിപ്പോൾ അടക്കണം. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അല്ല സാറേ, ഇങ്ങനെ മിണ്ടണതിനും ബില്ല് തന്നപ്പോൾ ഇതെന്ത് വന്നല്ലേ ഉള്ളൂ. അത് മതിയല്ലോ. ഇപ്പം ഈ ലിഫ്റ്റിൽ കയറിയാലും ടോയ്ലറ്റ് ഉപയോഗിച്ചാലും ഒക്കെ ബില്ല് വരുമല്ലോ. 6 തവണ ലിഫ്റ്റിൽ പോയല്ലോ, 4 തവണ മൂത്രമൊഴിക്കാൻ. അധികം നേരം വർത്താനം പറയാണ്ട് ഇനി അതിന് ബില്ല് വരൂലേ? അടുത്ത ബില്ല് തരാം. എന്തൊരു കഷ്ടമാണ്. എത്രയായി ബില്ല്? വന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂറായുള്ളൂ. 7000 സംതിങ് ആയി. എന്റെ ദൈവമേ, ഇനി ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എവിടെ എത്തും? എന്തുവാണ് സാർ? അച്ഛനെ നോക്കിയ ഡോക്ടറെ സത്യം ഇങ്ങോട്ടിരിക്കും. അച്ഛനെ നോക്കിയിട്ടുള്ള ഡോക്ടറെ കയറി കണ്ടു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞെന്താ വെച്ചാൽ ആ വീഴ്ചയിൽ തലയ്ക്ക് മറ്റേ തലച്ചോറിനകത്ത് ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓപ്പറേഷൻ നിർബന്ധമാണ്. അല്ല, ഈ ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി രൂപ ആവില്ലേ? അവൻ്റെ പൈസ ആവില്ലേ? അല്ല സത്യേട്ടാ, അച്ഛൻ ഓക്കെ ആവുമെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പോൾ ശീതളേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ മണ്ടുവിനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവളും അളിയനും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യണമെങ്കിൽ അടിയന്തരമായിട്ട് ചെയ്യാം, കുഴപ്പമില്ല. വേറൊരു കാര്യമുണ്ട്. എന്ത്? അതായത്
എൻ്റെ ഒരു പരിചയത്തിലൊരു ഡോക്ടർ ഇവിടെ ഉണ്ട്. അപ്പോൾ മൂപ്പരോട് ഞാനൊന്ന് ചുളിവിൽ കയറി ചോദിച്ചു, എന്താണ് ഈ ഓപ്പറേഷൻ മസ്റ്റാണോ നിർബന്ധമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞതാണ്, അതായത് ഏകദേശം അച്ഛന് 80 വയസ്സിൻ്റെ മുകളിലായില്ലേ? 83 അപ്പോൾ 83 വയസ്സായ സ്ഥിതിക്ക് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പഴയ പോലെ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല, കിടക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഐസിയുലാണ്. അതെ, അച്ഛൻ യോഗ ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പൊ സത്യേട്ടന് മോനും കൂടി അതില് നടക്കാൻ വേണ്ടി വന്നപ്പോ മറിഞ്ഞു വീണ് കിടക്കണുണ്ട്. അങ്ങനെ അവരുടെ അടുത്ത് ആശുപത്രി. അവിടെ ആരുണ്ടായിട്ടാണ്? ഞാൻ അവളുടെ വീട്ടിലല്ലേ. കാര്യം പറയട്ടെ, നീ മിണ്ടായിരിക്കേ. അതെ, ഇപ്പൊ സത്യേട്ടൻ ഡോക്ടറെ ചെന്ന് കണ്ട് സംസാരിച്ച്. അപ്പൊ സർജറി അടിയന്തരമായിട്ട് ചെയ്യണം. പക്ഷെ ഡോക്ടർ സത്യേട്ടനായിട്ട് പരിചയമുള്ള ഒരു ഡോക്ടറാണ്. ഇപ്പൊ ഈ സർജറി ചെയ്താലും അച്ഛൻ പഴയ നിലയിലേക്ക് വരാൻ ഒരു 20% സാധ്യതയുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങളും കൂടി വന്ന് ആലോചിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. ചെയ്തില്ലെങ്കിൽ എന്തും സംഭവിക്കാം. ഇവിടെ നിന്ന് ഭാഗണ്ടാക്കല്ലേ? തീരുമാനം എടുക്കേണ്ട സമയം. ഇപ്പൊ ഇത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞത് ഏത് ഡോക്ടറാ? ഇവിടുത്തെ ഡോക്ടർ, അച്ഛനെ നോക്കുന്ന ഡോക്ടർ പരിശോധിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ അതേ വിഭാഗത്തിലുള്ള ഒരു ഡോക്ടർ സത്യേട്ടന്റെ പരിചയക്കാരനുണ്ട്. അപ്പൊ അയാളോട് ഞാൻ ഒന്നും കൂടി ചോദിച്ചു, എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോഴാ പറഞ്ഞു ഇത്രയും പ്രായമായല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോ ഓപ്പറേഷൻ ചെയ്തിട്ടും വലിയ കാര്യം ഇല്ല എന്നുള്ള നിലയ്ക്ക് എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അല്ല പോണ്ട, ഏത് ആശുപത്രി പോയത് തന്നെ സ്ഥിതി. ഇപ്പൊ ഓപ്പറേഷൻ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്താൽ മതി. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, 20% അങ്ങനെയെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് കിട്ടുമെങ്കിൽ നമുക്കതാണ് നല്ലത്. കാരണം എന്താ വെച്ചോ, നമ്മളിത് ഇവിടെ വെറുതെ ഇട്ടിട്ട് നമ്മളൊന്നും ചെയ്യാണ്ടായിട്ട് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കേദ ഒരിക്കലും തരില്ല. ചെയ്യാണ്ട് പറ്റില്ല. മണ്ടോന്ന് മിണ്ടാണ്ട് സമാധാനം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. അതെ, ഓപ്പറേഷനോ അതിന്റെ കാശിന്റെ ചെലവോ ഇതിനെ കുറിച്ചൊന്നും നീ വേവലാതിപ്പെടണ്ട. അത് എങ്ങനെയും നമ്മൾ ചെയ്തിരിക്കും. ചെയ്തയുടെ കാശിന്റെ അല്ല, നിങ്ങളോടും കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം നമുക്ക് ഇപ്പൊ തന്നെ അച്ഛനങ്ങോട്ട് തിരിച്ചു കിട്ടാൻ ചെയ്യും. ഇപ്പൊ തന്നെ തിരിച്ചു കിട്ടണമെങ്കിൽ ആ വള്ളിയൊക്കെ വലിച്ചിട്ട് എടുത്ത് വീട്ടിലോട്ട് കൊണ്ടുപോകും. ഇനി ബഹളം ഉണ്ടാക്കണ്ട, ഞാൻ പോയി ഒപ്പിട്ട് കൊടുക്കാം. അത് സാലറി അവനല്ലേ ഒപ്പിട്ടോ ഒപ്പിട്ടോ. അച്ഛനെ കാണാൻ പറ്റില്ല, നിങ്ങൾ അവിടെ എവിടെ ഇരിക്കും. അതെ, ഈ ബില്ലുണ്ടോ ഞങ്ങളുടെ അടച്ചോ? ബില്ല് അങ്ങോട്ട് കൊണ്ട് അടക്കാൻ അന്ന് അവിടെ ഇരിക്കും. മിണ്ടാതെ അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും, അവിടെ ഇരുന്നോ. വേണ്ടതാ, ഞാൻ പിന്നെ നടത്തോളാം. അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. അല്ല, നിങ്ങളിപ്പോ ഇത് മുഴുവൻ വായിച്ചു നോക്കുക. അല്ല, ഇത് മുഴുവൻ വായിച്ചു തരുമ്പോഴേക്ക് ഓപ്പറേഷൻ അടുത്ത ആഴ്ച ചെയ്യാൻ പറ്റുള്ളൂ. എന്താന്നിപ്പോ എന്താ അറിയാനുള്ളത്? നിങ്ങളെ ഇതാരാ കിടക്കണ? ആരാ ഇവിടുത്തെ? അച്ഛൻ്റെ അല്ലേ? അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് സമ്മതപത്രമാണ്, അതിലൊന്നും ഒപ്പിട് വേണ്ടുള്ളൂ. അല്ല സാറേ, ഈ ഓപ്പറേഷൻ നിർബന്ധമായിട്ടും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ നമ്മളെ കാശ് എത്ര ചെലവായാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ മാമന്റെ ജീവൻ രക്ഷപ്പെടണം, അത്ര ആവശ്യമുള്ളൂ. നിങ്ങളാരാ പേഷ്യന്റ്? ആരാ? എന്റെ ഭാര്യയുടെ അച്ഛനാണ്. നാം പാതി ദൈവം പാതി എന്നാണ് ഇവിടുത്തെ കാര്യം. ആ 3 സ്ഥലത്ത് ഇങ്ങനെ മാർക്ക് ചെയ്തില്ലേ? അതാ ആ ഇൻഡ്യൂട്ടോടത്തൊക്കെ ചെയ്തോളി. ഇത് കഴിഞ്ഞിട്ട് വേറെ കത്തി വെക്കാനുള്ളതാണ്. അല്ല, വേറെ ഓപ്പറേഷൻ ഉണ്ട്, അത് മാത്രമല്ല. ഇപ്പൊ തന്നെ ഒരുവിധം കത്തി വെച്ചേക്കണ ബില്ലില്. അതാ അല്ല, ബില്ലില് കത്തി ഇപ്പൊ തന്നെ ഒരുപാട് ആയി എന്ന് പറയാം. ഇത് ധർമാശുപത്രി അല്ല, ഇത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാ. ഇത് എപ്പോഴാണ് സർജറി? നാളെ രാവിലെ 10 മണിക്ക് വിളിച്ചു കേട്ടോ.
അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കേക്ക് മുറിക്കേ. നിന്റെ 1000ാമത്തെ ഓപ്പറേഷൻ അത് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട്. അങ്ങനെ ഒരു പ്രാധാന്യം കൂടി ഉണ്ട്. നിങ്ങളെ അച്ഛനെയാണ് ഭാഗ്യത്തിന് അതിന് കിട്ടിയത്. ഇത് നിങ്ങളെ വേനല്ലോ. എന്നാ ചൊല്ലി അഡ്വാൻസ് പറഞ്ഞത് അടച്ചിട്ടുണ്ട്. അടയ്ക്കണല്ലോ, അടയ്ക്കാണ്ടത് നടക്കൂല്ലോ. ശരി സാർ, കൺഗ്രാറ്റുലേഷൻ സാറിന് നല്ല രീതിയിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റട്ടെ. 1000ാമത്തത് സക്സസ്ഫുൾ ആവട്ടെ. ഇത്രയും കാലം എൻ്റെ കയ്യിൽ നിന്ന് ഒരു കൈപ്പയും വന്നിട്ടില്ല. അതാണ് ശരി. ഓക്കെ. ശ്യാം ഡോക്ടറെ. മൊയ്ത് ഡോക്ടറാണ്. അപ്പം എൻ്റെ ഈ മാസത്തെ ടാർഗറ്റ് ഓക്കെ ആയിട്ടോ. ഇതുപോലെ ഓപ്പറേഷൻ കിട്ടി മേജറാ. താങ്ക് യു. ഞാൻ പറഞ്ഞില്ല ഓപ്പറേഷൻ ചെയ്തിരിക്കണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണ്ട. കഴിഞ്ഞാൽ ഞാൻ വിളിക്കാന്ന്. വീടെല്ലാവരുള്ള സുരേഷ് ഉണ്ടാ? അത് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് കല്യാണമല്ലോ ഇത്. ഇത് കഴിയട്ടെ, എന്നിട്ട് വിളിക്കാം. എല്ലാവരും കൂടി ഇവിടെ വന്നിട്ട് എന്താ കാര്യം? എന്നാ വെച്ചോ, ഞാൻ വിളിക്കാം. ഈ സമയത്തൊക്കെ കൊണ്ടുവരണ്ടാണ്. എന്ത് കൊണ്ടുവരുന്നു? എല്ലാവരും കൂടി ഇവിടെ കിടന്ന് കെട്ടി ഇങ്ങനത്തെ സമയത്തൊക്കെയാണ് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നേക്ക്. പറയാനുള്ളത് പറഞ്ഞു മാത്രം. രണ്ടുപേരുടെ കയ്യിൽ ഓരോ കുന്തവും കൂടി കൊടുക്കായിരുന്നു. അല്ല ബാലെല്ലാ ബടന്മാരാണല്ലോ കടന്നൂലാത്താൻ. ഡോക്ടർ. യെസ്, രാജേഷ് അല്ലേ? അതെ. ഡോക്ടർ ഇവിടെ അല്ലേ? അതെ. ഈ കുളപ്പുള്ളി തൃപ്പറ്റക്കാവിന്റെ മുൻവശത്തുള്ള കാർത്തിയനമ്മയുടെ മകളുടെ മകനല്ലേ? അതെ. അമ്മ അറിയോ? പിന്നെ അമ്മേനെ അറിയൂ. അമ്മയും ഞാനൊക്കെ ഒരുമിച്ച് കളിച്ചു വളർന്നതാണേ. നിങ്ങളുടെ അമ്മമ്മയുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് രുക്കുമണിയമ്മ ഉണ്ട്, അവരുടെ മകനാ ഞാൻ. ഓക്കെ. ഇപ്പൊ അവിടെ ഓപ്പറേഷൻ നടക്കുന്നില്ലേ? KK രാഘവൻ. അതെ. മകനാണോ? അല്ല, ഭാര്യയുടെ അച്ഛനത്. ഓക്കെ. പിന്നെ ഇത് 2 ആൺമക്കളാണ് അവരുടെ. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. അതെ, കേസ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അതെ. ഡോക്ടർ രാജേഷ്, പീഡിയാട്രിഷ്യൻ. ഓപ്പറേഷൻ തിയേറ്ററിന് മുൻവശം. രോഗി AK രാഘവൻ. കൺസൾട്ടിംഗ് ഫീസ് 500. അപ്പൊ ഞാൻ വേണം ഇതൊക്കെ നോക്കി നടത്താൻ. ഇച്ചിരി തിരക്കുണ്ട് പോകട്ടെ. അതല്ലേ, കാണാം. ഓക്കെ. വില്ലടിച്ച് ഞാൻ പ്രൊമോഷൻ ആണ്. പിന്നെ നല്ല പരിചയല്ലേ? ഇവിടുത്തെ ജിമ്മിന്റെ ഡോക്ടറാണ്. ഇടയ്ക്ക് അളിയനാണ് ഇവിടെ നോക്കി നടക്കണമെന്ന് പറഞ്ഞു. അളിയനാ നോക്കി നടത്തണ? ഞാനതിൽ വന്നില്ലേ. ഇങ്ങനെ നോക്കല്ല കാര്യങ്ങളെ. കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു. ഞങ്ങളെന്തിനാ പിടിച്ചില്ല. നമുക്കിവിടെ ആൾക്കാർ ഒന്ന് മിണ്ടാതിരിക്കളി. ആ വഴി അടഞ്ഞ് നിൽക്കല്ല, അങ്ങോട്ട് മാറിയേക്ക്. ഇപ്പൊ ഓർമ്മയൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. ഇല്ല, സത്യമായിട്ട് ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല. ആ കിടന്ന കിടപ്പാണ്. എവിടെ മറ്റേ ശീതളിനൊക്കെ ഇടയ്ക്ക് വിളിച്ചു ചോദിക്കാറുണ്ട്. പിന്നെ മണ്ട് കിടക്കുവന്ന ഒരു ആദ്യ പ്രകടനമൊക്കെ നടത്തി അങ്ങോട്ട് പോകും. എന്തൊക്കെയായിരുന്നു പ്രഹസനം. ഇപ്പൊ ഇങ്ങോട്ട് കാണാനും ഇല്ല. 10-14 ദിവസമല്ലേ ഞാനോള് മാത്രമേ നോക്കാനുള്ളൂ. സത്യേട്ടനാണ് അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അപ്പൊ എന്താണെന്ന് കാണാൻ വന്നതാണ്. വെക്കേഷൻ ഉണ്ടല്ലോ.
സാറിങ്ങനെ ഒന്ന് അനക്കുമ്പോ അല്ലാതെ ഒരനക്കവും ഇല്ല. സാറിങ്ങനെ അനക്കുമ്പോ അനക്കമില്ലാതെ